ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട്. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ കയ്യിലും കല്യാണം കഴിച്ച ആളുടെ കയ്യിലും എല്ലാവരുടെയും ആവശ്യത്തിന് എല്ലാവരും ജോലി ചെയ്യുന്നു, നല്ല ആവശ്യത്തിന് പണം. പക്ഷേ ഈ പണവും സ്വാധീനവും ജോലിയും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകളാണ് നടക്കുന്നത് അല്ലേ? ആരും ആരെയും പരസ്പരം ബഹുമാനിക്കുന്നില്ല, പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല, ഈഗോ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ക്ലയൻസ് വരുന്നില്ല. അവരെയൊക്കെ എത്ര പെർസെൻറ്റേജ് നേരെയാക്കാൻ പറ്റുന്നുണ്ട്? അതൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോസസ്സ്. ബിക്കോസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ജീവിക്കുന്നത് റിയൽ വേൾഡിലാണ്. അപ്പോൾ നമ്മളെ വളരെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ, നമ്മുടെ ഓരോ മൊമെൻറ്റ്സും നമ്മളെക്കാൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പാർട്ട്ണർ, അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് എല്ലാവരും കാണുന്നത്, എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് അത് ബ്രേക്കപ്പായി പോകുന്നത്, അല്ലെങ്കിൽ ഡിവോഴ്സിലോട്ടൊക്കെ എത്തുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ സ്നേഹിക്കണം, അയാളെ മനസ്സിലാക്കണം, അയാളെ കരുതണം. ഇത് ആർക്ക് ചെയ്താലും നമുക്ക് അയാളുടെ അടുത്ത് കംഫർട്ടബിൾ ആയിരിക്കും. തിരിച്ച് അല്ല, ഞാൻ പറഞ്ഞത് തിരിച്ച് അത് എല്ലാ മനുഷ്യരുടെ ആഗ്രഹം അതാണ്. തിരിച്ച് കിട്ടിയില്ല. ഇപ്പം ജുവലിപ്പോൾ ഒരാൾക്കൊരു കാര്യം ചെയ്യുന്നത്, ഇപ്പം ഞാനിത് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അയാൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയണം, നല്ലതായിരുന്നു, നീ എന്നെ കരുതിയില്ലോ എന്നൊന്നെങ്കിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ ഒരു സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ആഗ്രഹിക്കും. അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യാം. പക്ഷെ വിത്തൗട്ട് എക്സ്പെക്ടേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അക്സെപ്റ്റ് എവറിത്തിങ്, നോ എക്സ്പെക്ടേഷൻസ്. അതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഞാനിത് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്, ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പം വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ടിരിക്കുമെന്ന് വിചാരിച്ചു. ബിരിയാണിയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ ആ ബിരിയാണി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ കഴിച്ചോളാൻ പറഞ്ഞാൽ വേണോ? വേണ്ട. അപ്പം ആ വിശന്ന് തന്നെ ഒരാൾ വന്ന് അടുത്തിരുന്ന സ്നേഹത്തോടു കൂടി നമ്മുടെ ഫേവറേറ്റ് ഫുഡ് നമ്മൾ വിളമ്പി കൊടുക്കില്ലേ? കാരണം എന്താ? നമ്മൾ ഫില്ലാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത കുറേ സംഭവം ആദ്യം നിങ്ങൾ എൻട്രി ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പോയാൽ മതി. അപ്പോൾ അതൊരു ലവ് ആണെങ്കിലും ഇപ്പം ഇച്ചിരി കൂടെ ബേസിക് ആയിട്ട് ഈ അമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ കഴിക്കത്തില്ല. ഇപ്പം എല്ലാവർക്കും ദോശ ഇട്ട് കൊടുക്കുക, ചൂടോടുകൂടി അമ്മ എല്ലാവർക്കും ദോശ ചുട്ട് കൊടുക്കുക, അവർ കഴിക്കുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പം അമ്മമാർ പറയും, എത്ര നേരമായെന്ന് പറയും, ഞാൻ ഇതൊരു ഒറ്റ ദോശ പോലും കഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് ചുട്ട് ഇത് ഇപ്പോഴെങ്ങനെ തീരുമോ എന്ന് പറയുന്ന അമ്മമാരാണ്. നേരെ മറിച്ച് ഒരു അമ്മയ്ക്ക് ദോശ കഴിക്കാൻ എത്ര നേരം വേണം? 1 മിനിറ്റ് 2 മിനിറ്റ് മതി. ചൂടോടുകൂടി ചുട്ട് കഴിക്കുന്നതാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അവർ ചൂടോടുകൂടി ചുട്ട് കഴിഞ്ഞ് വയറ് ഫില്ലായി നിൽക്കുന്നെങ്കിൽ എത്ര കുട്ടികൾക്ക് ചുട്ട് കൊടുക്കുന്നത് ഹാപ്പി ആയിട്ടായിരിക്കും. സോ അവനവൻ എങ്ങനെയാണ് അവനവനെ കരുതുന്നത്, ആദ്യം അവനവന് എൻട്രി ചെയ്യുക, ദെൻ എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ എൻട്രി ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ഗീവറായിട്ട് ചെയ്ത് അവസാനം നമ്മളൊരു കംപ്ലൈനിങ് പേഴ്സണാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആയിപ്പോകും. അപ്പോൾ അത് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി തലങ്ങളുണ്ട്. ഞാനതാണ് ബേസിക് ആയിട്ട് പറഞ്ഞാൽ അതാണ്. അപ്പം പരസ്പരം ആദ്യം നമുക്ക് നമ്മളോടൊരു കണക്ഷൻ വേണം. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, നമുക്ക് നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം. ഇപ്പം എനിക്കൊരു ദേഷ്യം ഉണ്ടായാൽ എനിക്ക് ദേഷ്യമാണ് തോന്നിയെന്നും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നും എനിക്കറിയണം. അതോടൊപ്പം തന്നെ എൻ്റെ പാർട്ട്ണർക്ക് ഉണ്ടാകുന്ന ഇമോഷനെയും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ ഫാമിലിയിലുണ്ടെങ്കിൽ ആ കുടുംബം നന്നായിട്ട് പോകും. ഒരാളായാലും മതി. കാരണം മറ്റേ ആളെ ഹാൻഡിൽ ചെയ്യാൻ ശരി, ഭയങ്കര ദേഷ്യത്തിൽ വരുന്ന സമയത്ത് ഒരാൾ വലിയ കൂളായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആ ദേഷ്യം അവിടെ തണുത്തു. രണ്ടുപേരും ഒരേ ദേഷ്യത്തോടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും. പലപ്പോഴും ഈ ദേഷ്യമൊക്കെ അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു പെയിന്റ് ഒരു എക്സ്പ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വെയില്. അല്ലാതെ ഒരിക്കലും അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ സാധനം നമ്മുടെ ആ ഒരു ഇമോഷനെ നമ്മൾ ബേസ്റ്റ് ഔട്ട് ചെയ്യുന്ന രീതി അത്. അല്ലാതെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളോട് നമുക്ക് അതേ എഫക്റ്റ് ഉണ്ടായിട്ടല്ല, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ റീസൺ ഉണ്ടാവും. പിന്നെ നമ്മൾ അങ്ങനത്തെ ഇമോഷൻസ് എപ്പോഴും പ്രകടിപ്പിക്കുന്ന ആരുടെ അടുത്താണെന്നറിയോ? ഒന്ന്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ നമ്മളെക്കാളും പവർ കുറഞ്ഞ ആളാണെങ്കിൽ അയാളുടെ അടുത്ത് ചെയ്യും. ഇപ്പം നമ്മളാണെങ്കിൽ കുട്ടികളെ കടന്നി നമ്മളിവിടെ വെച്ചിട്ടാണ് ഒരു ഗ്ലാസ് തട്ടിപ്പൊട്ടിയെങ്കിലും പറയും, ഇതാരെവിടെ കൊണ്ടുവന്ന ഗ്ലാസ്, നമ്മളായിരിക്കും തട്ടിപ്പൊട്ടിച്ചേ, പക്ഷെ ഇതാരെവിടെ ഈ സൈഡിൽ കൊണ്ടുവച്ചേ, നമ്മളെ ചോദിക്കൂ, നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിൻ്റെ അടുത്ത് എന്തും പറയാം, അത് എൻ്റേതാണെന്ന് ചിന്തിക്കുന്ന ചിലപ്പോൾ അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പാടില്ല. നമ്മളത് പഠിക്കണം, നമ്മുടെ ഇമോഷൻസിനെ അത് ഹസ്ബൻഡ് ആയാലും വൈഫ് ആണെങ്കിലും പഠിക്കണം. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ ഞങ്ങൾ എന്തിന് ഇമോഷൻസിന് വേണ്ടി അങ്ങനെ മാറ്റണം
ഇമോഷൻസിനെ ഞങ്ങൾ എന്തിനു അടിച്ചമർത്തണം? ഞങ്ങൾക്ക് വരുന്ന ഇമോഷൻസ് അത് പ്രകടിപ്പിക്കാനുള്ളതാ. ആ ഇമോഷൻസിനെ എന്തിനു മാറ്റണം? അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ വിവാഹ ജീവിതത്തിന്റെ കാര്യത്തിൽ മാത്രവും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ അച്ഛനും അമ്മയാണ്, നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമുക്ക് ദേഷ്യം തോന്നും, പക്ഷെ നമ്മൾ അതിനെ മാറ്റിയിട്ട് ഈ പിള്ളേർ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കളയുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ ദേഷ്യം ഉണ്ടാവുന്നുണ്ട്, ഇതെന്റെ ബ്രദർ അല്ല സിസ്റ്റർ അല്ല എന്ന് പറഞ്ഞിട്ട് കളയുന്നുണ്ടോ? ഇല്ല. അത് നമുക്കൊരു കണക്ഷൻ ഉണ്ട്, ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ പാർട്ട്നേഴ്സിന് നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്തെടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും ഏതൊരു കുടുംബജീവിതം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ, അവിടെയെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിലനിൽപ്പുണ്ടാവില്ല. ശരിക്കും ഒരു ഇമോഷണൽ കണക്ഷൻ വേണം. അപ്പൊ എന്റെ നിന്റെ എന്നുള്ളത് തന്നെ മാറണം. അതിപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അത് എൻ്റെ ആണെന്ന് എനിക്ക് തോന്നുമ്പോൾ മാത്രമേ എനിക്ക് അവരിലുള്ള പോസിറ്റീവിനെ നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അയാൾ എപ്പോഴും എനിക്ക് ഫേവറബിൾ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അയാള് എങ്ങനെയാണെങ്കിലും എനിക്ക് അയാൾ ഓക്കെ ആന്ന് പറയുന്ന നിമിഷമാണ് ശരിക്കും നമ്മൾ ട്രൂ ലവിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്.